അയാൾ അങ്ങനെ ദുർഗയുടെ ഗ്യാങ് നമ്മുടെ ഗൗതമിനെ അങ്ങ് കിഡ്നാപ്പ് ചെയ്ത് അവരുടെ ആ താവളത്തിൽ അങ്ങ് കൊണ്ടുവന്നിരിക്കണം. അവനെ കൊണ്ടുവന്നതാണെങ്കിൽ മുഖമൊക്കെ കവർ ചെയ്തിട്ട് ആ ഒരു മാസ്കൊക്കെ ഇട്ടിട്ടാണ്. അതുപോലെ തന്നെ അവൻ്റെ കൈ ആ ഒരു ചെയറിൽ അങ്ങ് കെട്ടിയിട്ടിട്ട് അവനെ അങ്ങ് അവിടെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ കൊതറി മാറി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരിവൻ്റെ മാസ്ക് അങ്ങ് അഴിച്ചു മാറ്റുകയാണ്. അപ്പോൾ അഴിച്ചു മാറ്റുന്ന സമയത്ത് ഇവൻ നേരെ കാണുന്നത് തന്നെ അഖിലിനെയാണ്. അപ്പോൾ ഇവനെ കാണുമ്പോൾ അവന് തിരിച്ചറിയാൻ ആളെ തിരിച്ചറിയാൻ. അപ്പോൾ ഇവൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീയല്ല ഞങ്ങളുടെ ഓഫീസിലേക്ക് രാവിലെ വന്നിരുന്നത്, അതും ആ ശ്യാമ മാഡത്തിൻ്റെ ഡോക്യുമെൻറ്റ് ചെയ്യാനാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് നീ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങ് കാലത്ത് സംസാരിക്കണം. അപ്പോൾ അഖിൽ പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാണ് വന്നത്, പക്ഷേ നിങ്ങൾ എന്നോട് ഒരു വിവരം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യേണ്ടി ഞങ്ങൾക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഇവർ കാലത്ത് സംസാരിക്കണം ഇവരോട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് അവനോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ ശ്യാമ മേഡത്തിനെയും ആ അമൃത മേഡത്തിനെയും എന്താണ് ചെയ്തത് എന്നുള്ള ആ ഒരു കാര്യം ഞങ്ങളോട് പറയണം, അല്ലാതെ ഞങ്ങൾ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ശ്യാമ മേഡത്തിനെ വേണമെങ്കിൽ ശ്യാമ മേഡം പോയ വഴി അന്വേഷിക്കുക, അല്ലാതെ എന്നെ പിടിച്ചിടുകയല്ല വേണ്ടത്. ഇനി നിങ്ങളെങ്ങാനും എന്നെ പിടിച്ചിവിടെ ഇട്ടത് എൻ്റെ അച്ഛനെങ്ങാനും അറിഞ്ഞാൽ നിങ്ങൾ ഒറ്റ ഒരുത്തനും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവരോട് അങ്ങ് ഷൗട്ട് ചെയ്ത് സംസാരിക്കണം. പക്ഷേ ഇവർ ആ കാര്യത്തിലൊന്നും പേടിക്കുന്നേ ഇല്ലേ. ഇവർ ഭയങ്കരമായിട്ട് ഇവനോട് അങ്ങ് കയർത്ത് സംസാരിക്കുന്ന, അവനെ തല്ലുന്ന ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു വിധത്തിൽ ഇവന് ഒന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ശ്യാമനെ പിടിച്ചതോ അവനെ തട്ടിക്കൊണ്ടുപോയ ഒരു കാര്യങ്ങൾ ഇവൻ സമ്മതിക്കുന്നില്ല. ആ സമയത്ത് തന്നെ ദുർഗയും കിരണും അങ്ങോട്ടങ്ങ് വരുന്നുണ്ട്. അവൻ ദുർഗയും കിരണും കാണുമ്പോൾ ഇവനൊന്ന് ചെറുതായിട്ടൊന്ന് പരുങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ദുർഗയും കിരണും അവിടെ അങ്ങ് അവൻ്റെ മുന്നിൽ അങ്ങ് ചേറിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളാണ് ശ്യാമ മേഡത്തിനെ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് സത്യമായിട്ട് പറയാം, എങ്ങനെയാണ് എന്താണ് സംഭവം, അത് എന്താണ് നിങ്ങൾ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വേണ്ടി ഇവനോടങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ഇവന് യാതൊരു വിധത്തിലും ഒന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ നല്ല തല്ലി പെരുമാറും, ഞങ്ങൾ പോലീസുകാരുടെ ആ മുറ അങ്ങ് എടുക്കും, പിന്നെ നിന്നെ നല്ല പരുവാക്കിയിട്ട് ഇവിടുന്ന് വിടുള്ളൂ, നീ എന്തായാലും സത്യം പറയാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് കണിമംഗലത്തിൽ നിന്ന് ഈ വരുണിനും രാധികനും പുറത്തിറക്കുന്ന സമയത്ത് അവരെ ആ തെരുവിൽ തന്നെ അലയണമെന്ന് നിങ്ങളുടെ ഒരു നിർബന്ധമായിരുന്നു. അത് ശ്യാമമ്മയുടെ അവിടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ശ്യാമയുടെ ആ ഒരു സ്വത്തുക്കൾ അവർക്ക് ആശ്രയമാകുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്യാമനെ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എവിടെയാണ് ശ്യാമ എന്നുള്ള സത്യം നിങ്ങൾ തുറന്ന് പറഞ്ഞു, അല്ലാതെ നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമല്ല എന്നൊക്കെ ഇങ്ങനെ ഗൗതമിനോട് പറയുന്നുണ്ട്. പക്ഷേ ഗൗതമും അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഗൗതം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, ഞങ്ങളൊന്നും പറയില്ല, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഇവനെ ഒന്നും സമ്മതിച്ചു കൊടുക്കാതെ അങ്ങ് ഇവരോട് ഒരു വിധത്തിലും സഹകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ദുർഗ പറയുന്നുണ്ട് അവരുടെ ടീമിനോട്, എന്നാൽ നിങ്ങളെല്ലാവരും കൂടിയിട്ട് അവനെ നന്നായിട്ട് അങ്ങ് പെരുമാറിക്കോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാവരും കൂടി ഇവനെ പൊതിരെ തല്ലുന്നൊക്കെ ഉണ്ട്. പക്ഷേ യാതൊരു പ്രയോജനം അവൻ്റെ അടുത്ത് കാണിക്കുന്നില്ല, അവനൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ ഇവർ നന്നായിട്ട് ഇവനെ അങ്ങ് തല്ലുന്നൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ആറ്റുവാശ്ശേരിയിൽ രാധിക ഭയങ്കര ദുഃഖത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവളിങ്ങനെ കിടന്നുറങ്ങുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഈ വരുൺ ഈ രാധികയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് രാധികയുടെ അടുത്ത് അതാ ശ്യാമമ്മയുടെ അങ്ങ് നിന്നിട്ട് ആ മകളെ അങ്ങ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വരുണ് ശ്യാമനെ കണ്ട് അങ്ങ് ഞെട്ടുകയാണ്. അപ്പോൾ ശ്യാമൻ അങ്ങനെ കണ്ടിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ശ്യാമ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ ആരെ എടുത്തേക്കാണ് ഞാൻ പോകേണ്ടത്, ഞാൻ എൻ്റെ മകളെ കാണാൻ വേണ്ടി വന്നതാണ്, ഞാൻ നിന്നെ കാണാൻ, നിങ്ങൾ രണ്ടുപേരൊന്നും കാണാതെ എനിക്ക് ജീവിച്ചിരിക്കാൻ പോലും കഴിയില്ല, പക്ഷേ എന്നെ തട്ടിക്കൊണ്ട് പോയി ഗുണ്ടകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ദൈവത്തിൻ്റെ കാവലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. എനിക്ക് എൻ്റെ മകളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എൻ്റെ മകളെന്ന് പറയുന്ന ഒരുപാട് സ്വപ്നം കണ്ടതാണ് എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ മകളെ എനിക്ക് വിട്ടു പോകാൻ കഴിയുന്നില്ല. ആ ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ട് പോയതൊക്കെ സത്യമാണ്, ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ വരുണിനോട് അങ്ങ് പറയണം. അപ്പോൾ വരുൺ ആകെ ഷോക്കായി നിൽക്കുകയാണ്, ഈ ശ്യാമമ്മയുടെ ഇവിടെ വന്നോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ശ്യാമമ്മയുടെ മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, അവരെന്നെ കൊന്നിട്ടില്ല, ഞാൻ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു എന്നതാണ്, അവർ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്യാമ അങ്ങ് തുറന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ വരുൺ ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, ഇവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, അവൾ ഒരുപാട് ദുഃഖിച്ച് കരഞ്ഞ് ഒക്കെ ഇപ്പോൾ ഒന്ന് ഉറങ്ങിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ അവളെ വിളിച്ചോളാം, ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം, എനിക്ക് എൻ്റെ മകളുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളുടെ ആ ഒരു മകള് എത്രമാത്രം കഷ്ടപ്പെട്ട് താൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എന്നുള്ള ആ ഒരു ദുഃഖത്തിലൊക്കെ ശ്യാമ സംസാരിക്കുകയാണ്. എന്നിട്ട് ഈ നേരെ ഈ രാധികനെ അങ്ങ് വിളിച്ച് ഉണർത്തുന്നുണ്ട്. അപ്പോൾ രാധിക ഉണരുന്ന സമയത്ത് തന്നെ ശ്യാമനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അവൻ മരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളോട് പറയുന്നുണ്ട്, ആ ഗുണ്ടകളുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്.
അപ്പോൾ ആ സമയത്ത് ഇവൾ അമ്മേ അമ്മേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ആ ശ്യാമ മേഡത്തിനെ തിരിച്ചു അങ്ങ് സ്നേഹിക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇവളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നതൊക്കെ ഈ വരുൺ അവിടെ ഹാളിലിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ എന്താണ് ഇങ്ങനെ അമ്മേ അമ്മേ എന്നൊക്കെ വിളിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് വരുൺ നേരെ അവളുടെ അടുത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇവളൊരു തലയണ പിടിച്ചിട്ട് അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിടിച്ചങ്ങ് കെട്ടിപ്പിടിക്കാണ്. അപ്പോൾ ഇവന് വേറെ വന്നിട്ട് ഈ രാധികനെ വിളിച്ചുണർത്തുന്നുണ്ട്. രാധിക നീ എന്തേ കാണിക്കുന്നത്, ഒന്ന് ഉണര് എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങ് വിളിച്ചുണർത്താണ്. അപ്പോൾ ഉണർന്ന സമയത്താണ് അവൾ ഇതുവരെ കണ്ടതൊക്കെ ഒരു സ്വപ്നമാണ് എന്നുള്ളൊരു ബോധം അവൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവൾ എൻ്റെ അമ്മ എവിടെ, എൻ്റെ അമ്മ ഇവിടെ വന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ ബഹളം വെക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് നീ ഇതൊക്കെ കണ്ട് സ്വപ്നമാണ് എന്നൊക്കെ ഇങ്ങനെ ഇവൾക്ക് അങ്ങ് യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ദുർഗയും അവൻ്റെ ഗ്യാങ്ങും കൂടിയിട്ട് ആ ഒരു ഫൂട്ടേജ്, ആ CCTV ഫൂട്ടേജ് ശ്യാമനെ അമൃതനെ തട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു ഫൂട്ടേജൊക്കെ ഇങ്ങനെ നോക്കി അവരുടെ ആ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദുർഗ പറയുന്നുണ്ട് ഇതുവരെ ഈ ഗുണ്ടകളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന അക്ഷരമൊക്കെ പറയുന്നുണ്ട് അത് പിന്നെ പോലീസുകാർ ഒരുപാട് ശ്രമിച്ചതാണ് ഈ ഗുണ്ടകളെ തെരഞ്ഞിട്ട്, പക്ഷേ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട് അത് തന്നെയാണ് പോലീസിൻ്റെ അനാസ്ഥ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്, നമ്മൾ എന്തായാലും അത് കണ്ടെത്തിയിരിക്കുക ഈ ഗുണ്ടകൾ എവിടെയാണെന്നുള്ളത്. വേണമെങ്കിൽ പോലീസുകാർ എന്തെങ്കിലുമൊക്കെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കും ഇങ്ങനെ ഇതുവരെ ഈ ഗുണ്ടകളെ പിടിക്കാൻ കഴിയാതിരുന്നത്, പക്ഷേ നമ്മൾ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ഗുണ്ടകൾ എത്രയും പെട്ടെന്ന് പിടിച്ചാൽ ശ്യാമമ്മയുടെ എവിടെയുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ശ്യാമമ്മേടത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ആ ഫൂട്ടേജിലുള്ള ആ ഫോട്ടോ ഒക്കെ അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ദിവസമാണെങ്കിൽ ഈ ദുർഗയുടെ കൂടെയുള്ള ഈ കുട്ടേട്ടൻ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത്, വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും ഈ റോഡ് സൈഡിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, കുറച്ച് ഗുണ്ടകൾ ആളുകളോട് ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആരാണ് എന്നൊക്കെ വിചാരിച്ച് കുട്ടേട്ടൻ പോയി നോക്കുമ്പോൾ ആ ഗുണ്ടകളൊക്കെ കണ്ട പരിചയം ഇങ്ങനെ കാണാണ്. അപ്പോൾ ഈ കുട്ടേട്ടന് സംശയം തോന്നിയിട്ട് ആ ഫോട്ടോ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് ഒരേ ആളുകളാണ്. ഇത് കണ്ടിട്ട് കുട്ടേട്ടനെ വേഗം അവരുടെ ബാക്കിയുള്ള ഗ്യാങ്ങിനെയും കൂടി വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഗുണ്ടകളെ ഞാനിവിടെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് എന്നാൽ ആ ഗുണ്ടകളെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ട്രേസ് ചെയ്തോ, അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഗുണ്ടകൾ അവിടെ ആ പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ വണ്ടിയിൽ കയറി അങ്ങ് പോവാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടിയിട്ട് ഈ കുട്ടേട്ടനും കൂടിയിട്ട് അവരുടെ വണ്ടിയിൽ അങ്ങ് ട്രേസ് ചെയ്ത് പോവാണ്, അവരെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവർ അപ്പോഴേക്കും അങ്ങോട്ട് എത്താം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തേക്ക് അങ്ങ് എത്താണ്. അപ്പോൾ ഇവരിങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഉൾഭാഗത്തുള്ള ആരും ഇല്ലാത്തൊരു ഏരിയയിലുള്ളൊരു വീടിൻ്റെ അടുത്താണ് ഈ ഗുണ്ടകൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പോൾ ഈ കുട്ടേട്ടന് ആ ഒരു വിവരം എന്തായാലും മറ്റുള്ളവരെ അറിയിച്ച് ബാക്കിയുള്ള ഗ്യാങ്ങും കൂടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇവർ അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ഗുണ്ടകളിങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുമ്പോൾ ഇവർക്കൊരു സംശയം കുടുങ്ങിയിട്ട് ഈ ഗുണ്ടകളെല്ലാവരും കൂടി അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നൊക്കെ തപ്പി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങാണ്. അപ്പോൾ പിറകിലൂടെ വന്നിട്ട് നമ്മുടെ ഈ ദുർഗയുടെ ഗ്യാങ് അവരെ അങ്ങ് കീഴ്പ്പെടുത്തി അവരെയും കൂടി അങ്ങ് ബന്ദിയാക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നേരെ ദുർഗക്കൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവരോട് അങ്ങ് ദുർഗക്ക് ഫോൺ വിളിക്കുന്നൊക്കെ ഉണ്ട്. ദുർഗയാണെങ്കിൽ അത് ആറ്റുവാശ്ശേരിയിൽ അങ്ങനെ നമ്മുടെ അമ്മനോടും അച്ഛനോടും ദേവനോടും യശോദനോടും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അല്ല പറയുന്നത് തന്നെ ഈ രാധികയുടെ അവസ്ഥയാണ്. രാധിക അത്രയും കഷ്ടപ്പെട്ടിട്ട് അമ്മനെ കിട്ടി, പക്ഷേ അവൾ ഒരിക്കലും ഒരു ഭാഗ്യമുള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നില്ല, ഇങ്ങനെ ഇത്രയും നഷ്ടമൊക്കെ അവൾക്ക് സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രാധികനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇവർ പറയുന്നുണ്ട് ഈ ദുർഗയെ നീയെങ്കിലും അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക, അവൾ ആ പുറത്തേക്കൊന്ന് വീടിനകത്തു നിന്നൊന്ന് കൊണ്ടുപോകുക എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾ നേരെ രാധികയുടെ അടുത്ത് ചെന്നിട്ട് ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട് രാധിക വാ, നമ്മൾ കുട്ടിക്കാലത്ത് കഴിഞ്ഞിരുന്ന ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് വാ, നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ രാധിക ആദ്യം ഞാനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴിവുകേട് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ ഈ ദുർഗ അതിനൊന്നും സമ്മതിക്കുന്നില്ല, നീ വേഗം പുറത്ത് പോവാ, നമുക്കിതൊക്കെ ഒന്ന് കാണാം, നീ ഒന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളെയും കൊണ്ട് അങ്ങ് പുറത്ത് പോവുകയാണ്. അപ്പോൾ രാധികക്കാണെങ്കിൽ മനസ്സോടെ ഈ ദുർഗയുടെ കൂടെ അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഈ ദുർഗ ഇങ്ങനെ പഴയ അവരുടെ കുട്ടിക്കാലമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കളിച്ചതും ഓടിക്കളിച്ചതും പന്തയം വെച്ചതും അതുപോലെ തന്നെ ഞാവൽപ്പഴം പറിക്കാൻ പോയതും ആ ഞാവൽപ്പഴന്മാർ അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഓരോ അവരുടെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ രാധികയ്ക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ അവളുടെ ശ്രദ്ധ മുഴുവനും ഈ ശ്യാമ മേഡം മരിച്ചതിൻ്റെ ആ ഒരു എഫക്റ്റിലാണ്. അപ്പോൾ ഇവൾ ആ ഒരു ചിന്തയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പെട്ടെന്ന് തന്നെ
ടെൻഷനായി നിൽക്കുന്നതൊക്കെ എന്തായാലും ഈ ദുർഗ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ദുർഗ അങ്ങനെ പറയുന്നുണ്ട്, നീ എന്തായാലും ദൈവത്തിൻ്റെ ഒരു ഭക്തിയുള്ളൊരു കുട്ടിയാണ്. ഞാൻ ആദ്യം തന്നെ നിൻ്റെ ശബ്ദമാണ് കേട്ടത്, അതിന് ശേഷമാണ് ഞാൻ നിന്നെ കാണുന്നത്. നിൻ്റെ ശബ്ദം അത്ര മനോഹരമായിരുന്നു, ദൈവത്തിന് നിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ദൈവത്തിന് എന്നെ ഇഷ്ടം ഉണ്ടായിട്ടാണോ എൻ്റെ അമ്മ ഇങ്ങനെ മരിച്ചു പോയത്? എൻ്റെ അമ്മക്കായിരുന്നല്ല ദൈവത്തിന് ഏറ്റവും കൂടുതൽ, ഭഗവാനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് എൻ്റെ അമ്മക്കായിരുന്നു. എൻ്റെ അമ്മയുടെ പാട്ട് കേട്ടാൽ ആരും ഒന്ന് കരഞ്ഞു പോകുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ അങ്ങക്ക് ഇങ്ങനെ സംഭവിച്ചില്ല. എൻ്റെ അമ്മയുടെ ലാസ്റ്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു മുഖം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വീണ്ടും അങ്ങ് ഇമോഷണലായി അവിടെ അങ്ങ് കരഞ്ഞിരിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്താണ് ദുർഗയ്ക്ക് അവരുടെ ടീമിൻ്റെ കോള് വരുന്നത്. അപ്പോൾ ഇവർ ഈ ഗുണ്ടകളൊക്കെ പിടിച്ച് ബന്ദിയാക്കിയ കാര്യങ്ങളൊക്കെ പറയണം. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ബന്ദിയാക്കിയത് എന്നുള്ള കാര്യം ദുർഗനോട് ഇങ്ങനെ പറയണം. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി അവരോട് ക്വസ്റ്റ്യൻ ചെയ്യേ, നിങ്ങൾ അവരോട് ഇങ്ങനെ പറയും എങ്ങനെയാണ് ശ്യാമനെ ഈ അമൃത മേഡത്തിന് എങ്ങോട്ടാണ് മാറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നീ ഞങ്ങൾ അവരോട് ചോദിക്കും. പക്ഷേ അവരോട് ചോദിച്ചാൽ എന്തായാലും അവർ സമ്മതിച്ച് തരാൻ പോകുന്നില്ല. അവരുടെ പിറകിൽ ആരാണെന്നുള്ള കാര്യങ്ങളും ഒന്നും അവരെ സമ്മതിച്ച് തരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അവരെ പെരുമാറി കഴിഞ്ഞതിന് ശേഷം അവരെ അങ്ങ് രക്ഷപ്പെടാൻ അനുവദിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൻ അങ്ങ് ഞെട്ടുന്നുണ്ട്, ഇവരുടെ ഈ ടീമിലുള്ള ഈ അംഗം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അല്ല ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ഈ ബന്ദിയാക്കി കഴിഞ്ഞ് ഇനി അവരെ വെറുതെ വിടാൻ പോവാണ് എന്നൊക്കെ ദുർഗനോട് ചോദിക്കണം. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതെ വെറുതെ വിടാൻ പോവാണ്. കാരണം അവരെ വെറുതെ വിടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോയാൽ അവർ നേരെ ചെല്ലുന്നത് അവരുടെ മേലെയുള്ള ആളുകളുടെ അടുത്തേക്കായിരിക്കും. അപ്പം അതെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. അവർ നമ്മുടെ ലക്ഷ്യത്തിലേക്കായിരിക്കും എത്തുന്നത്. അപ്പോൾ അവരുടെ പിറകിൽ ആരാണെന്നുള്ള കാര്യം നമുക്ക് പിടി കിട്ടും എന്നുള്ള ആ ഒരു കാര്യം ഇവരോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എന്നാൽ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരോട് നേരെ ആ ദുർഗയുടെ ടീം അങ്ങ് പോയിട്ട് ഈ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ പിറകിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നും പറയാൻ പോകുന്നില്ല, നിങ്ങൾ വെറുതെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കല്ല, ഞങ്ങൾ ഇതിലും വലിയ ആളുകളൊക്കെ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് വീമ്പ് പറയാണ്. പക്ഷേ ഇവരിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ ശ്യാമനെയും ഈ അമൃതേടത്തിനെയും കൊണ്ടുവിട്ടത്, നിങ്ങൾ എവിടെയാണ് അവരെ ബന്ധിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഉത്തരം പറയുന്നില്ല. അപ്പോൾ പിന്നെ അവരുടെ തല്ലങ്ങ് തുടങ്ങുകയാണ്. ഇവരെ എല്ലാവരും കൂട്ടത്തല്ല് നന്നായിട്ട് അങ്ങ് തല്ലി പെരുമാറുകയാണ്. പക്ഷേ ഈ തല്ലിൻ്റെ ഇടയിൽ ഇവർ മെല്ലെ ഇവരെ രക്ഷപ്പെടാൻ അങ്ങ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുമ്പോൾ ഇവരുടെ വിചാരം ഇവരുടെ കയ്യിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോവുകയാണ് എന്നൊക്കെയാണ് ഈ ഗുണ്ടകളുടെ വിചാരം. ആ ഗുണ്ടകൾ പെട്ടെന്ന് തന്നെ ഈ ദുർഗയുടെ ടീമിൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ദുർഗയുടെ ടീം ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പിറകിലൂടെ അങ്ങ് പോയി നോക്കി അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ ഗുണ്ടകൾ നേരെ പോകുന്നത് ഒരു വീടിൻ്റെ അടുത്തേക്കായിരിക്കും, അവളുടെ ഒരു ഒളിത്താവളത്തേക്കാണ് പോകുന്നത്. അതൊക്കെ നമ്മുടെ ദുർഗയുടെ ടീം പിന്നാലെ ചെന്നിട്ട് തന്നെ ഇവരെങ്ങോട്ടാണ് ആരെയാണ് കാണുന്നത് എന്നൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ നേരെ ചെന്ന് വീക്ഷിക്കുന്നത് തന്നെ ഈ ബെഞ്ചമിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ബെഞ്ചമിനോട് കാര്യം പറയുന്നുണ്ട്, ഇവരെ കുറച്ച് പേര് ബന്ദികളാക്കിയെന്നും ഇവരെ അവരുടെ അടുത്തേന്ന് തല്ലി രക്ഷപ്പെട്ട് വന്നതാണ് ഞങ്ങൾ എന്നുള്ളതും ആ എസ്കേപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്തിട്ട് ആരൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ബെഞ്ചമിനോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ബെഞ്ചമിൻ അങ്ങ് ഷോക്കാവുന്നുണ്ട്. അത് ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, മിക്കവാറും അത് പോലീസുകാരാവാനാണ് ചാൻസ്, വേറെ ആരും ആവാനുള്ള ചാൻസ് ഇല്ല, അത് പോലീസുകാർ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ ഇവിടുന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അവരോട് പറയുന്നുണ്ട്, ആ ഗുണ്ടകളോട് പെട്ടെന്ന് തന്നെ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, നമുക്ക് ഇവിടുന്ന് അങ്ങ് വേറെ സ്ഥലത്തേക്ക് അങ്ങ് മാറ്റാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഗുണ്ടകൾ നേരെ പോയിട്ട് നമ്മുടെ അമൃതേടത്തിന് ശ്യാമവേളത്തിന് അവിടുന്ന് അങ്ങ് കൊണ്ടുവരുന്ന ഒരു കാര്യമൊക്കെ നമ്മളങ്ങ് കാണാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ശ്യാമവേളം ഈ അമൃതേടത്തി ഒന്നും മരിച്ചിട്ടില്ല, എല്ലാവരും ബെഞ്ചമിൻ്റെ പിറകിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വില്ലന്മാരുടെ പതനം ഇവിടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.